IPL ഈ സീസണിൽ KKR തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. ആദ്യ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റതിൻ്റെ ക്ഷീണം മറികടക്കാൻ മുംബൈ ഇന്ത്യൻസിന് വിജയം കൂടിയേ തീരൂ. ഗുർണിയുടെ പരിക്ക് നൽകിയ തിരിച്ചടിയൊഴിച്ചാൽ KKRന് ഇഞ്ചുറീസ് കേസ് ഒന്നുമില്ല. ഇയാൻ മോർഗനും പാറ്റ് കമ്മിൻസും നരൈനും റസലുമൊക്കെ അവൈലബിൾ ആണ്. ആദ്യ മത്സരം നടന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടാം മത്സരത്തിനും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പിച്ചിനോടും ബൗണ്ടറി ഡയമെൻഷനോടും അവർക്ക് പെട്ടെന്ന് ഇണങ്ങാൻ കഴിയും. ആദ്യ മത്സരത്തിൽ അബുദാബിയിലെ വലിയ ബൗണ്ടറി എന്ന കെണിയിൽ വാങ്കഡയിലെ കമ്പാരിറ്റീവ്ലി ചെറിയ ബൗണ്ടറിയിൽ പരിചയിച്ച മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റ്സ്മാൻമാർ വീണുപോകുന്നത് നമ്മൾ കണ്ടതാണ്. മുംബൈ ടീമിൽ മാറ്റങ്ങൾക്ക് ചാൻസ് കുറവാണ്. കഴിഞ്ഞ കളിയിലെ മികച്ച പ്രകടനം സൗരഭ് തിവാരിക്ക് തൻ്റെ സ്ഥാനം ഉറപ്പിക്കും. രോഹിത് ശർമ്മ തൻ്റെ ക്യാപ്റ്റൻസി അപ്രോച്ചിൽ മാറ്റം വരുത്തുമോ എന്നാണ് അറിയേണ്ടത്. ബുംറയെ യൂസ് ചെയ്ത രീതി മാറിയേക്കും. പവർ പ്ലേയിൽ ബോൾട്ട് ബുംറ കോമ്പിനേഷൻ വരും. ആൻഡ്രോ റസൽ, ഇയാൻ മോർഗൻ, സുനിൽ നരയൻ, പാറ്റ് കമ്മിൻസ് എന്നിവരായിരിക്കും KKRൻ്റെ ഓവർസീസ് പ്ലേയേഴ്സ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മികച്ച റെക്കോർഡാണ് മുംബൈ ഇന്ത്യൻസിന് ഉള്ളത്. ഇതുവരെ കളിച്ച 25 മത്സരങ്ങളിൽ 19 തവണ വിജയം മുംബൈക്കൊപ്പമായിരുന്നു. 6 തവണ KKRും വിജയിച്ചു. 25 കളികളിൽ 824 റൺസ് എടുത്ത് രോഹിത് ശർമ്മ തന്നെയാണ് KKRനെതിരെ മികച്ചു നിൽക്കുന്നത്. ഇത്തവണ ടീമിലില്ലാത്ത ലസിത് മലിംഗയാണ് ബൗളിംഗിൽ തിളങ്ങിയത്. 20 വിക്കറ്റുകൾ. മറുവശത്ത് KKRൻ്റെ ടോപ്പ് സ്കോറർ 20 മത്സരങ്ങളിൽ നിന്ന് 296 റൺസ് എടുത്ത ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് തന്നെയാണ്. ബൗളർമാരിൽ 21 വിക്കറ്റുകളുമായി സുനിൽ നരയൻ തന്നെയാണ് മുന്നിൽ. സെപ്റ്റംബർ 23 രാത്രി 7:30 അബുദാബിയിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പോലെ ഡ്യൂവിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. സോ ചേസിംഗ് തന്നെയായിരിക്കും ടോസ് നേടുന്ന ടീമിന് താൽപ്പര്യം. ഇയാൻ മോർഗന്റെ സാന്നിധ്യം തന്നെയാണ് ഇത്തവണ KKRൻ്റെ എക്സ് ഫാക്ടർ. ബാറ്റിംഗിൽ മികച്ച ഫോമിലാണ് മോർഗൻ. അയർലൻഡ്, ഓസ്ട്രേലിയ എന്നീ ടീമുകൾക്കെതിരെ റീസെൻ്റ്ലി നടന്ന T20 പരമ്പരകളിൽ മോർഗന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റന്റെ സാന്നിധ്യം KKRൻ്റെ നായകൻ ദിനേശ് കാർത്തിക്കിനും സഹായകരമാകും. ഇനി ഡ്രീം 11 ഇൻപുട്സ്. വിക്കറ്റ് കീപ്പർമാരായി ഇരു ടീമുകളിലെയും ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഡിക്കോക്കും ദിനേശ് കാർത്തിക്കും. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സൂര്യകുമാർ യാദവ്, സൗരഭ് തിവാരി എന്നിവരെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഇയാൻ മോർഗനെ KKRൽ നിന്നും സെലക്ട് ചെയ്തു. ഓൾറൗണ്ടേഴ്സിൽ സുനിൽ നരയൻ ഒരു മസ്റ്റ് പിക്കാണ്. KKRൻ്റെ ഓപ്പണിംഗ് റോളിലും സുനിൽ നരയൻ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ്രോ റസൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് മറ്റ് ഓൾറൗണ്ടർമാർ. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മുംബൈയിൽ നിന്ന് പേസർമാരായ ബുംറയെയും പാറ്റിൻസണെയും സെലക്ട് ചെയ്തു. KKRൽ നിന്ന് ലെഗ് സ്പിന്നറായ കുൽദീപ് യാദവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടീമിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ടോസിന് ശേഷമുള്ള ഫൈനൽ 11 കൂടി പരിഗണിക്കുക. മുംബൈ ഇന്ത്യൻസ് KKR പോരാട്ടം ആവേശകരമാകും.